പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ വായന ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 39 മുതൽ 45 വരെയുള്ള വചനങ്ങളാണ്. മാതാവ് എലിസബത്തിനെ കാണുവാൻ പോകുന്ന ഭാഗമാണത്. മംഗളവാർത്തയ്ക്ക് ശേഷം തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദുഃഖിതയായി ആകുലപ്പെട്ടിരിക്കുന്നതിന് പകരം മാതാവ് തൻ്റെ ഇളയമ്മയുടെ ആവശ്യം മനസ്സിലാക്കി സ്വന്തം വീട് വിട്ട് കുന്നുപ്രദേശമായ യഹൂദയിലേക്ക് ചെല്ലുന്നു. അവിടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പരിശുദ്ധ കന്യക പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നു. സന്തോഷം കൊണ്ട് ആ ഭവനം നിറയുകയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്ക് എവിടെ നിന്ന് യോഗ്യത? നന്മ നിറഞ്ഞവളെ, നീ അനുഗ്രഹീതയാകുന്നു, നിൻ്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതമാകുന്നു. വചനം പറഞ്ഞ് പരസ്പരം പോലെ അഭിവാദനം ചെയ്യുകയും സ്നേഹവും സന്തോഷവും പങ്കിടുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ സന്ദർശനങ്ങൾ, നമ്മുടെ മറ്റുള്ളവരുള്ളതായ പരസ്പര ബന്ധങ്ങളെല്ലാം ഇതുപോലെ ആനന്ദം പകരുന്നതായി തീരണം. നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ, നമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അത് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. സന്തോഷവും സ്നേഹവും സമാധാനവും മനസ്സിലും ഹൃദയത്തിലും ഇല്ലെങ്കിൽ അത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. സ്വാർത്ഥത നിറഞ്ഞ് സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെടുന്നവർക്ക് ഒരിക്കലും സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കുകയില്ല. മാതാവ് സ്വന്തം കാര്യങ്ങൾ ഓർത്ത് ആകുലപ്പെടാതെ തൻ്റെ ഇളയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ 3 മാസം ശുശ്രൂഷ ചെയ്ത് സേവനം ചെയ്ത് തൻ്റെ ഇളയമ്മയെ സഹായിക്കുന്നു പരിശുദ്ധ കന്യക. മാതാവിൻ്റെ മനോഹരമായിട്ടുള്ള ഈ മാതൃക നമ്മെ നയിക്കട്ടെ. നമ്മുടെ ദുഃഖങ്ങളേറുമ്പോൾ പലപ്പോഴും നമ്മൾ ചുറ്റുമൊന്ന് നോക്കാറില്ല. നമ്മളെക്കാൾ ദുഃഖം സഹിക്കുന്നവരും ആവശ്യമുള്ളവരെയും നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ കടന്നു പോകും. ദുഃഖങ്ങൾ പങ്കിടുമ്പോൾ കുറയുന്നു, സന്തോഷം പങ്കിടുമ്പോൾ വർദ്ധിക്കുന്നു. സന്തോഷവും ദുഃഖവും എല്ലാം പങ്കിട്ടുകൊണ്ട് നമ്മുടെ പരസ്പര ബന്ധങ്ങളും നമ്മുടെ സമൂഹ ജീവിതവും കുടുംബജീവിതവും എല്ലാം ധന്യമാക്കുവാനുള്ള അനുഗ്രഹം അമ്മയോട് അപേക്ഷിക്കാം. മാതാവിൻ്റെ അനുഗ്രഹം പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ, ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. നല്ല മാതാവേ മറിയേ, നിർമ്മല യൗസേ പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.